this is Abisha and welcome to my channel. ഇന്നൊരു പുതിയ ഡിസൈൻ ആണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. മീനുലക്ഷ്മിക്ക് വേണ്ടി ചെയ്തിട്ടുള്ള ഡിസൈൻ ആണ്. ഒരു ട്രഡീഷണൽ സ്റ്റൈൽ സ്കേർട്ട് ആൻഡ് ടോപ്പ് ആണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. മീനുലക്ഷ്മിനെ നിങ്ങൾക്ക് ചിലർക്കെങ്കിലും അറിയുമായിരിക്കും. മെക്കി ആംബർ എന്ന പേരിലാണ് അവർ ഇൻസ്റ്റാഗ്രാമിലുള്ളത്. ടിക്ടോക്ക് ഫെയിം ആയിരുന്നു. അപ്പൊ അവർക്ക് വേണ്ടി ഡിസൈൻ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ഡിസൈനാണ് ഇന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അതുകൂടാതെ അവർ നടത്തിയിട്ടുള്ള ഫോട്ടോഷൂട്ടിന്റെ ഫോട്ടോ കൂടി ഈ വീഡിയോയിൽ ഇൻക്ലൂഡഡ് ആണ്. അത് വീഡിയോയുടെ ലാസ്റ്റ് സെക്ഷനിൽ കാണിക്കും. അപ്പൊ നിങ്ങൾ അതുകൂടെ കാണാം. അപ്പൊ വീഡിയോ ഫുള്ളായിട്ട് കാണാം. അതിനു മുമ്പായിട്ട് ഫസ്റ്റ് ടൈം ആണ് നിങ്ങൾ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഡിസൈൻ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ആണ് എന്റെ ചാനൽ വരുന്നത്. ആൻഡ് ഓൾസോ കുറച്ച് ടിപ്സും സ്റ്റൈലിംഗ് ടിപ്സും കാര്യങ്ങളൊക്കെ ഇടാറുണ്ട്. സോ നിങ്ങൾ അതിൽ ഇൻട്രസ്റ്റ് ഉള്ള ആളാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക. അതിനു മുമ്പായിട്ട് ഇൻസ്റ്റാഗ്രാമിൽ ഗിവ് അവേയുടെ റിസൾട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എല്ലാ വീഡിയോസിലും ഗിവ് അവേയെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു അടുത്ത് വന്നിട്ടുള്ള. സോ അതിന്റെ ഗിവ് അവേ ക്ലോസ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ പോസ്റ്റ് പക്ഷെ നമ്മുടെ അക്കൗണ്ട് കിടക്കുന്നുണ്ട്. പക്ഷെ ഗിവ് അവേ ക്ലോസ്ഡ് ആണ്. ഫേസ്ബുക്കിലെ ഗിവ് അവേയും ക്ലോസ്ഡ് ആണ്. അതിന്റെ വിന്നേഴ്സിനൊക്കെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും വഴി അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഇനി ഈ വീഡിയോയിൽ കാണിക്കുന്ന ഏതെങ്കിലും ഡ്രസ്സ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വാട്സപ്പിന്റെ ലിങ്ക് ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്താൽ വാട്സപ്പ് ചെയ്യാൻ പറ്റും. ഇനി അത് വേണ്ടാന്നുണ്ടെങ്കിൽ നമ്പറും കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് വാട്സപ്പ് ചെയ്താൽ മതി. നിങ്ങൾക്ക് പ്രൈസ് ഡീറ്റെയിൽസും ഓർഡർ ഡീറ്റെയിൽസും ഒക്കെ അറിയാൻ പറ്റും. അതുകൂടാതെ ഇൻസ്റ്റാഗ്രാം ലിങ്കും ഉണ്ട്. അതിലും നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. ഇനി നമുക്ക് ആ വീഡിയോയിലേക്ക് കടക്കാം. അപ്പൊ ഇന്ന് നമ്മളൊരു ട്രഡീഷണൽ സെറ്റാണ് പരിചയപ്പെടുന്നത്. ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു സ്കേർട്ട് ആൻഡ് ടോപ്പ് സെറ്റാണിത്. ഓക്കെ, ഇതിൽ ഒരു സ്പെഷ്യാലിറ്റി പറയാനാണെങ്കിൽ നമുക്ക് പാർട്ടി വെയർ ആയിട്ടും ഇതിനെ യൂസ് ചെയ്യാൻ പറ്റും. ട്രഡീഷണൽ സെറ്റ് ആണെങ്കിലും പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാം. കാരണം ഇതിന്റെ ടോപ്പിലൊക്കെ അത്യാവശ്യം വർക്ക് വരുന്നുണ്ട്. പിന്നെ ഇതിന്റെ ഒരു വലിയൊരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഇതിന്റെ കളർ കോംബോ തന്നെയാണ്. അത് ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു കളർ കോംബോ ആണ്. അതായത് ഒരു സിൽവർ ബ്ലാക്ക് കോംബോയിലാണ് ചെയ്തിട്ടുള്ളത്. സ്കേർട്ട് വൈറ്റ് അല്ല, സിൽവർ കളറാണ്, ലൈറ്റ് സിൽവർ കളറിലാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ആ ഒരു കളർ കോമ്പിനേഷൻ തന്നെയാണ് ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. പിന്നെ ഇത് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒക്കേഷൻസ് എന്ന് പറയുന്നത് നമുക്ക് എന്താ പറയാ, ഇപ്പൊ അറിയാലോ, ഇപ്പൊ സേവ് ദ ഡേറ്റ് ഷൂട്ട്സ്, അങ്ങനത്തെ ഷൂട്ട്സും കാര്യത്തിനൊക്കെ പ്രിഫർ ചെയ്യുന്ന ഒരു കളർ കോമ്പിനേഷൻ ആണ് ഈ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ്, ബ്ലാക്ക് ആൻഡ് സിൽവർ എന്ന് പറയുന്ന ഈ ഒരു കളർ കോമ്പിനേഷൻ. സോ അങ്ങനത്തെ കേസസിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സെറ്റാണ് ഇത്. ഇതിൽ നോക്കുവാണെങ്കിൽ ഇതിന്റെ ഓവറോൾ ലുക്ക് എന്ന് പറയുന്നത് ഇങ്ങനെയാണ് വരുന്നത്. ഇതിൽ ടോപ്പിലാണ് നമ്മൾ ഹാൻഡ് വർക്ക് ചെയ്തിട്ടുള്ളത്. ഇനി പാറ്റേൺ നോക്കുവാണെങ്കിൽ സ്കേർട്ട് ചെയ്തിട്ടുള്ളത് അംബ്രല കട്ടിലാണ്. സിംഗിൾ ഫ്ലെയർ അംബ്രല കട്ടിലാണ് സ്കേർട്ട് വന്നിട്ടുള്ളത്. കണ്ടോ, ഞാൻ പറഞ്ഞല്ലോ ഇതൊരു സിൽവർ ഷെയ്ഡാണ്, വൈറ്റ് അല്ല. ഇപ്പൊ സൂം ചെയ്യുമ്പോൾ നിങ്ങൾ കാണുന്നുണ്ടായിരിക്കും ഒരു ലക്സ്ട്രസ് എഫക്റ്റ് ഉണ്ട്. അതായത് ഒരു തിളക്കം ഫീൽ ചെയ്യുന്നില്ലേ? അതുകൊണ്ട് തന്നെയാണ് ഇത് സിൽവർ ഷെയ്ഡിലാണെന്ന് പറയാൻ കാരണം. അപ്പോൾ ഈ സ്കേർട്ടിന്റെ ഒരു ബോഡി അങ്ങനെയാണ് വരുന്നത്. പിന്നെ താഴോട്ട് വരുന്ന സമയത്ത് ഇതിനൊരു ബോർഡർ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ബോർഡർ കൊടുത്തിട്ടുള്ളത് ഒന്ന് ഇത് ബ്രൊക്കേഡാണ്. ഇത് നമ്മൾ സ്ലീവിന് യൂസ് ചെയ്തിട്ടുള്ള മെറ്റീരിയൽ ആണ്. ആൻഡ് ഓൾസോ അത് കഴിഞ്ഞിട്ട് കുറച്ചുകൂടി ഡാർക്ക് സിൽവർ ടോണിൽ ഇവിടുത്തെ ആ ഒരു കളർ അല്ലാണ്ട് അതിനെക്കാട്ടും ഒരു വടി ഡാർക്ക് ആയിട്ടുള്ള ഒരു സിൽവർ ടോണിലൊരു ബോർഡർ ഇതിന് വരുന്നുണ്ട്. സോ ഇതൊരു ഡബിൾ ബോർഡറുള്ള സ്കേർട്ടാണ് നമുക്ക് പറയാം. ഇനി നിങ്ങൾ ഷോളൊക്കെ വേണമെന്നുള്ള ചില ആളുകൾ ഇതിന് ഷോൾ യൂസ് ചെയ്യാറുണ്ട്. എന്ന് വെച്ചാൽ സിംഗിൾ സൈഡായിട്ട് ഇടാറുള്ള ഷോളൊക്കെ യൂസ് ചെയ്യാറുണ്ട്. അങ്ങനെ വേണമെന്നുള്ളതാണെങ്കിൽ നമുക്ക് ഈ സിൽവർ കളറിൽ ധാവണിയുടെ ദുപ്പട്ടയൊക്കെ പോലെയുള്ള ദുപ്പട്ടയും ഇതിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ സ്കേർട്ടിന്റെ ഡീറ്റെയിലിംഗ് അത്രയാണ് വരുന്നത്. സ്കേർട്ടിൽ ക്രേപ്പാണ് നമ്മൾ ലൈനിങ് മെറ്റീരിയൽ ആയിട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ടോപ്പ് വരുവാണെങ്കിൽ ടോപ്പിന്റെ മെറ്റീരിയൽ എന്ന് പറയുന്നത് രണ്ട് മെറ്റീരിയൽ ഉണ്ട് ടോപ്പില്. ടോപ്പിന്റെ ബോഡി സെപ്പറേറ്റും സ്ലീവ്സ് സെപ്പറേറ്റും മെറ്റീരിയൽ വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. ബോഡി ചെയ്തിട്ടുള്ളത് റോ കോട്ടൺ അഥവാ എന്താ പറയാ സ്ലബ് സിൽക്ക് വെച്ചിട്ടാണ് ബോഡി ചെയ്തിട്ടുള്ളത്. ബോഡി ബ്ലാക്ക് ആണ് വരുന്നത്. സ്ലീവ് ചെയ്തിട്ടുള്ളത് ബ്രൊക്കേഡ് വെച്ചിട്ടാണ്. ഇതൊരു ബ്ലാക്ക് ആൻഡ് സിൽവർ കോംബോ ഇല്ല ഒരു ബ്രൊക്കേഡാണ് സ്ലീവ്സിൽ വരുന്നത്. ഇതും ഞാൻ പറഞ്ഞ പോലെ ഈ ഒരു
ഡിസൈനിൽ നിങ്ങൾക്ക് സ്ലീവ് എങ്ങനെ വേണ്ട, ബ്ലാക്ക് തന്നെ മതി എന്നുണ്ടെങ്കിൽ അങ്ങനെയും നമുക്കിതിനെ ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, ഇനി ഇതിൻ്റെ ഹാൻഡ് വർക്ക് കാറ്റഗറിയിലേക്ക് പോവാം. ഹാൻഡ് വർക്ക് സെക്ഷനിൽ എന്തൊക്കെ ഹൈലൈറ്റിംഗ് ആണ് ചെയ്തിട്ടുള്ളത് നോക്കാം. ഓക്കെ, ഇതിൻ്റെ നെക്ക് ഒരു ചെറിയൊരു നെക്കാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. എന്ന് വെച്ചാൽ ബോർഡ് നെക്കൊന്നും പറയാൻ പറ്റില്ല, വൈഡ് കുറവാണ്. ഒരു ഷോർട്ട് ആയിട്ടുള്ളൊരു നെക്ക്, ഒരു എന്താ പറയുക ക്ലോസ്ഡ് നെക്കാണ് ആക്ച്വലി ഇതിന് കൊടുത്തിട്ടുള്ളത്. പിന്നെ നെക്കിൻ്റെ ഷോർട്ടിലായിട്ട് ഒരു ബ്രോഡായിട്ടുള്ളൊരു ബോർഡർ ഡിസൈനാണ് ഇതിൻ്റെ മെയിൻ ഹാൻഡ് വർക്ക് വരുന്നത്. അത് ആ ഒരു വർക്ക് നിങ്ങൾ കുറച്ച് ദൂരെ നോക്കിയാലും ഹൈലൈറ്റ് ചെയ്ത് കാണുന്ന ഒരു വർക്കാണ് ആ കൊടുത്തിട്ടുള്ളത്. അപ്പം അതെങ്ങനെയാണ് അതിൽ വരുന്ന സംഭവങ്ങൾ എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പൊ ഇത് ഫുള്ളായിട്ടൊരു സിൽവർ പിന്നെ ഒരു മെറ്റാലിക് സിൽവർ ഷെയ്ഡിലാണ് ഇതിന്റെ വർക്ക് ചെയ്യാനുള്ള മെറ്റീരിയൽസ് ഒക്കെ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിന്റെ ഫസ്റ്റ് ലെയർ എന്ന് പറയുന്നത് കട്ട് ബീഡ്സ് ആണ് ചെയ്തിട്ടുള്ളത്. ഈ ബോർഡറിന്റെ ഫസ്റ്റ് ലെയർ കട്ട് ബീഡ്സ് വെച്ചിട്ടാണ് ചെയ്തത്. അതൊരു മെറ്റാലിക് സിൽവർ ഷെയ്ഡിലാണ്. സെക്കൻഡ് ലെയറും ഷുഗർ ബീഡ്സ് ആണ് വന്നിട്ടുള്ളത്. അത് നിങ്ങൾക്ക് കാണാം, ഇങ്ങനെ ഒരു എന്താ പറയാ ഒരു ഡയഗണൽ പാറ്റേണിലാണ് തിക്കായിട്ട് ഒരു എന്താ പറയുക ഒരു കോഡൊക്കെ പോലെ ഫീൽ ചെയ്യുന്ന രീതിയിലുള്ള ഒരു ബോർഡർ പോലെയാണ് അത് കൊടുത്തിട്ടുള്ളത്. സെക്കൻഡ് ലെയർ അപ്പം ഷുഗർ ബീഡ്സ് ആണ്, അതും ഒരു മെറ്റാലിക് സിൽവർ ഷെയ്ഡാണ്. തേർഡ് ലെയർ പിന്നെയും ആ ഒരു കട്ട് ബീഡ്സ് തന്നെയാണ് വരുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഒരു സിൽവർ ബീഡ്സ് കാണാം, അത് പക്ക സിൽവർ കളറുള്ള ബീഡ്സ് ആണത്. അത് കഴിഞ്ഞാൽ വീണ്ടും കട്ട് ബീഡ്സ് തന്നെയാണ്. പിന്നെ ഒരു ഹൈലൈറ്റ് ചെയ്യുന്നത് ഈ ഒരു ലീഫ് സ്ട്രക്ചേഴ്സ് ആണ്, ലീഫ് ഷേപ്പുള്ള മോട്ടീവ്സ് ആ ബോർഡറിന് താഴോട്ടായിട്ട് ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റും. അതും നമ്മുടെ നേരത്തെ മുകളിൽ ബോർഡർ കൊടുത്തിട്ടുള്ള ആ മെറ്റീരിയൽസ് യൂസ് ചെയ്തിട്ട് തന്നെയാണ് ഒരു ലീഫ് പാറ്റേൺ ചെയ്തിട്ടുള്ളത്. അതായത് സിൽവർ ബീഡ്സും മെറ്റാലിക് സിൽവർ ഷുഗർ ബീഡ്സും മെറ്റാലിക് സിൽവർ ആയിട്ടുള്ള കട്ട് ബീഡ്സ് അല്ല, അതിന് പകരം ഇത് കട്ട് ബീഡ്സ് തന്നെയാണ്, പക്ഷെ ട്യൂബ് ബീഡ്സ് ആണ്. കുറച്ചുകൂടി പക്ക ആയിട്ട് പറയുകയാണെങ്കിൽ ഇത് ട്യൂബ് ബീഡ്സ് ആണ്. ഈ ഒരു ലീഫ് സ്ട്രക്ചറിൽ ആ കട്ട് ബീഡ്സിന്റെ കുറച്ചുകൂടി ലെങ്തിയർ ആണ്. ഇവിടെ നോക്കിയാൽ കാണാം നിങ്ങൾക്ക്, ബോർഡറിൽ യൂസ് ചെയ്തിട്ടുള്ള കട്ട് ബീഡ്സ് കുറച്ച് ഷോർട്ടാണ്, ഇത് കുറച്ച് ലെങ്തിയർ ആണ്. സോ ഇത് ട്യൂബ് ബീഡ്സ് നമുക്ക് പറയാം. അപ്പൊ അത് വെച്ചിട്ടാണ് ഈ ഒരു ലീഫ് മോട്ടിഫ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിന്റെ ബോഡി പോർഷനിൽ മൊത്തമായിട്ടും ബുട്ടീസ് കൊടുത്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ ചെറിയ ചെറിയ മോട്ടിഫുകൾ അത് നമുക്കൊന്ന് നോക്കാം. അത് മെറ്റാലിക് സിൽവറും വെച്ചിട്ടുള്ള എക്സ്പ്ലെയിൻ ചെയ്യാനില്ല, നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം. ഇത് സ്പെഷ്യൽ ബുട്ടാസ് ആണ്. അത് ഓൾ ബോഡി ഫ്രണ്ട് സൈഡിൽ ഫുൾ ബോഡിയിലും ആ വർക്ക് വരുന്നുണ്ട്. പിന്നെ സ്ലീവ് നോക്കുവാണെങ്കിൽ സ്ലീവ് ഞാൻ പറഞ്ഞു ബ്രൊക്കേഡിലാണ്. ആ ഒരു ബ്രൊക്കേഡിൽ ഒരു ഹൈലൈറ്റിങ് ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ ബ്രൊക്കേഡിൽ ഇങ്ങനെ ഡയമണ്ട് ഷേപ്പിലുള്ള ചെറിയ ചെറിയ ഒരു എന്താ പാറ്റേൺ ആണ് വരുന്നത്. അപ്പോൾ അവിടെ ഇവിടെ ആയിട്ട് ഓൾട്ടർനേറ്റ് ആയിട്ടുള്ള ഒരു പ്രത്യേക മെഷർമെന്റിൽ എന്ന് വെച്ചാൽ ഒരു പ്രത്യേക ഡിസ്റ്റൻസിലുള്ള ഒരു ഡയമണ്ട് ഷേപ്പിനെ നമ്മൾ ഇവിടെ ഇത് വെച്ചിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത് ബ്ലാക്ക് കളർ മെറ്റാലിക് ബ്ലാക്ക് കളർ കട്ട് ബീഡ്സ് വെച്ചിട്ടാണ്. ചെറുതാണ്, കുറച്ചുകൂടി മുകളിൽ യൂസ് ചെയ്യുന്നതിനെക്കാട്ടും വളരെ ഇൻട്രിക്കേറ്റ് ആയിട്ടുള്ള കട്ട് ബീഡ്സ് ആണ്. അത് വെച്ചിട്ട് ഇങ്ങനെ ചെറിയ ചെറിയ പാറ്റേണുകൾ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അത് ആ ഒരു സ്ലീവിന്റെ ആ ഒരു ഡിസൈനെ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള പാറ്റേൺ ആണ്. സോ ഇത്രയാണ് ഇതിന്റെ ഹാൻഡ് വർക്ക്സ് ഒക്കെ വരുന്നത്. അപ്പോൾ ഒരുപാട് ഹെവി ഒന്നും അല്ലാത്ത പക്ഷെ അത്യാവശ്യം ലുക്ക് തരുന്ന ഒരു സ്കേർട്ട് ആൻഡ് ടോപ്പ് സെറ്റാണിത്. അപ്പം നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റ് കസ്റ്റമൈസ് ചെയ്യാനോ അല്ലെങ്കിൽ ഓർഡർ ചെയ്യാനോ പ്രൈസ് ഡീറ്റെയിൽസ് അറിയാനോ അങ്ങനെ എന്തെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാനൊരു വാട്സാപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ടാവും, അതിലേക്ക് മെസ്സേജ് അയച്ചാൽ നിങ്ങൾക്ക് ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ അറിയാൻ പറ്റും. അപ്പോൾ ഡിസൈൻ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കൂടുതൽ വീഡിയോസ് കാണാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും. ബൈ, താങ്ക് യു.